കഫൻ പൊതിഞ്ഞ് മയ്യത്തുകട്ടിലിൽ കയറ്റി വെച്ച് എടക്കുളം പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് ഉത്തരവാദിത്തപ്പെട്ടവരും മയ്യത്ത് നിസ്കരിച്ചു പള്ളിക്കാട്ടിൽ അവർക്ക് വേണ്ടി കുടിച്ചു വെച്ച് കബറിൽ കൊണ്ടുപോയി വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടി അടയാളത്തിന് മൈലാഞ്ചി ചെടിയുടെ കൊമ്പും മീസാകല്ലും കുത്തിയിട്ടും മടങ്ങിപ്പോന്നാൽ ഖബറിൽ രണ്ട് മലക്കുകൾ വരൂല്ലേ? വിശ്വസിക്കൽ നിർബന്ധമല്ലേ? ഹുമാ മുൻകർ നകീർ അലൈഹിസ്സലാം മലക്കാനി അസ്വദാനി, രണ്ടു കറുത്ത മലക്കുകൾ വരും. വന്നിട്ട് ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? എന്താ നമ്മൾ മറുപടി പറയാ? എന്താ പറയാ? അല്ലാഹു റബ്ബി എന്ന് പറയും. അല്ലാഹു റബ്ബി എന്ന് പറയണമെങ്കിൽ അല്ലാഹനെ അറിയണ്ടേ? അറിയാത്തൊരു സംഗതിയെ എങ്ങനെയാ നമ്മൾ പറയാ? കൂട്ടരെ, ഒരു മനുഷ്യന് ഒരു കാര്യം മനസ്സിലാക്കാൻ, ഒരാൾക്ക് ഒരു കാര്യം അറിയാൻ 5 വഴികളാണ്. അത് പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവാണ്. ഒന്നുകിൽ കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ കാതുകൊണ്ട് കേൾക്കണം, അല്ലെങ്കിൽ മൂക്കുകൊണ്ട് മണക്കണം, അല്ലെങ്കിൽ നാവുകൊണ്ട് രുചിക്കണം, അല്ലെങ്കിൽ കൈ കൊണ്ടോ കാലുകൊണ്ടോ തൊട്ടറിയണം. മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? എന്താ മറുപടി പറയാ? ഉപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ 3 ആളുകളെ വിളിക്കും, 7 വിളിക്കും, 40 വിളിക്കും. എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അല്ലാഹ് എനിക്ക് ജന്മം തന്ന എന്റെ വാപ്പച്ചാന എടക്കുളം പള്ളി ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കം ചെയ്തിട്ട് ഞാൻ മടങ്ങി പോന്നല്ലോ. എന്റെ ഉപ്പച്ചിയുടെ ഖബറിലും മുൻകർ നകീർ വന്നിട്ടുണ്ടാകുമല്ലോ. ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക? മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മുൻകർ നകീർ എന്ന മലക്ക് ഇരുമ്പിന്റെ ദണ്ഡുകൊണ്ട് മയ്യത്തിനെ അടിക്കുമെന്നും 7 ഭൂമിയുടെ താഴേക്ക് താഴ്ന്നു പോകുമെന്നും വീണ്ടും ആ ശരീരം പൊങ്ങി വന്നാൽ വീണ്ടും മലക്കുകൾ ഖബറിലിട്ട് ചോദിക്കുമെന്നും ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ വാക്കാണ്. വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്.